ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും തോണി യാത്രയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വെടിക്കെട്ട് കാണാനായിട്ട് പോകണ്ടേ പള്ളിയിലോട്ട്. ഇപ്പോൾ ഒരു 7 മണി എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ പള്ളിയിലോട്ട്. അപ്പോൾ രാത്രിയൊക്കെ അല്ലേ, അപ്പോൾ ദേ ഞങ്ങളുടെ കയ്യിൽ ഓരോ മിച്ചറും പാക്കറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. വർത്താനം പറഞ്ഞ് ഈ മിച്ചറും ഒക്കെ കുടിച്ച് നടക്കുമ്പോഴേക്കും പള്ളി എത്തണതൊന്നും അറിയൂല. അപ്പോൾ ഞാൻ എല്ലാവരും കൂടി പുറപ്പെടാനായിട്ടൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ വർത്താനമൊക്കെ പറഞ്ഞ് നടന്ന് നമ്മളുടെ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല പ്രകാശിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മളുടെ പള്ളി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പള്ളിയിൽ വന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല, പെരുന്നാളൊന്നും കൂടാനായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ കുട്ടീസ് എല്ലാവരും കൂടി ഇതേ വേഗം പോകുന്നുണ്ട് കേട്ടോ പള്ളിയിലോട്ട്. അപ്പോൾ മാണിക്ക് ഞാൻ വീഡിയോ എടുക്കണ കാരണം ഇങ്ങോട്ട് തിരിച്ച് വന്നു. മാണിക്കനാണ് കേട്ടോ എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തൊക്കെ തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഇതേ പള്ളിയിലൊക്കെ വന്ന് നമ്മൾ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വീഡിയോയിലൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് പള്ളിയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ പള്ളിയുടെ മുമ്പിലിരുന്നുകൊണ്ട് എല്ലാവരും സെൽഫി എല്ലാം എടുത്തിട്ട് അപ്പം സുനിച്ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് കൈവക്കി എനിക്കൊരു ഹായ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ വരെയിരുന്നെങ്കിൽ നമുക്ക് പ്രദക്ഷിണം തുടങ്ങണതൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാവാനായിട്ട്. അപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രദക്ഷിണം പോണത് കാണാമെന്നും പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ വേഗം പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി പോകാമെന്നൊക്കെ കരുതി എല്ലാവരും കൂടി അങ്ങോട്ട് മാറിയെല്ലാനും നിന്നിട്ട്. അപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ പ്രസുദേന്തിമാരെല്ലാവരും പോണ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയത്. അതിന് മുമ്പേ തന്നെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം എല്ലാവരും പോയി ഒരു ഇത് തീരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും നിന്ന് അതൊക്കെ കണ്ടിട്ടോ. അതെല്ലാവരും കണ്ടു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മക്കൾസൊക്കെ പറയണ്ടായിരുന്നു അവർക്ക് ഐസ്ക്രീം വാങ്ങണം എന്നെല്ലാവരും പറഞ്ഞു. മക്കൾസിന് മാത്രമല്ല കേട്ടോ, നമുക്കും വേണം ഐസ്ക്രീമൊക്കെ. എല്ലാവരെയും കഴിക്കാനായിട്ട് ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പള്ളി കണ്ടിട്ടില്ല, നമുക്ക് പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ സുനിച്ചേട്ടനും ഞാനും മക്കളൊക്കെ കൂടി പള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ പള്ളിയൊക്കെ ഒന്ന് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം ഞാനതിൻ്റെ അകമൊന്ന് കയറി കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും പോയി അകത്തെല്ലാവരും കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പോന്നു കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും ഓരോ കോൺ ടോപ്പും ഇതെല്ലാം വാങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ കിച്ചുമോന് ഐസ്ക്രീം വേണ്ട കുലുക്കി സർബത്ത് മതിയെന്ന് പറഞ്ഞ്, മാണിക്കൻ ഐസ്ക്രീം വേണ്ട കോളിഫ്ലവർ ഫ്രൈ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് എല്ലാവർക്കും ഓരോ ഐസ്ക്രീം കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഐസ്ക്രീമൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ നീതുവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാണ് നീതു. എന്നാലും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നീതു ഐസ്ക്രീം കഴിച്ചില്ല, എന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള കാരണം നീതു ഒരു പൊരി മാത്രം വാങ്ങിയിട്ട് കഴിച്ചോളൂ. അപ്പോൾ ഇതേ നമ്മളുടെ കിച്ചുമ്മൻ ഐസ്ക്രീം ചപ്പി എന്താ ആകൃതിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ജോക്കറിൻ്റെ ക്യാപ്പ് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതേ സൂലുവമ്മ എല്ലാം ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു പാക്കറ്റ് നല്ല ചൂട് ചോളപ്പൊരി വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഈ ചോളപ്പൊരി തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല സുഖമായിരിക്കുമല്ലോ. അങ്ങനെ ഇതേ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ചോളപ്പൊരിയൊക്കെ തിന്ന് നടന്ന് പള്ളിക്കൊന്ന് വലം വെച്ച് വന്നപ്പോഴേക്കും നമ്മളുടെ പ്രദക്ഷിണവും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് പ്രദക്ഷിണം കാണാൻ നിന്ന്. അപ്പോൾ പ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ടെല്ലാനും തുടങ്ങുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് വെടിക്കെട്ടൊക്കെ നല്ല ഭംഗിക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി പോയി അവിടെ നിന്നിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ പ്രദക്ഷിണം നടന്ന്. കുറേ ജനങ്ങളും ഉണ്ടായിരുന്നേ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുടകളും ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നോക്കി 3 കൂടി ഇങ്ങനെ കുടയും ചൂടി അവരിങ്ങനെ പള്ളിയിൽ എന്തോ കണ്ടൊക്കെ നോക്കി പോയിട്ട്. പിന്നെ അവിടെ ചെണ്ടമേളം ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദക്ഷിണത്തിൻ്റെ ടൈമിലാണ് ഞങ്ങളിങ്ങനെ ചെണ്ടമേളത്തിൻ്റെ ഇതെല്ലാനും കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രദക്ഷിണമൊന്നും വന്ന് കഴിയൂല, എന്തെങ്കിലും ഒരു മണിക്കൂറൊക്കെ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് കാരണമാണ് ഞങ്ങൾ പിന്നെ ചെണ്ടമേളം ഇതെല്ലാം കാണാനായിട്ട് പോയത്. അപ്പോൾ കുഞ്ഞേട്ടനൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തന്നെ വന്നപ്പോൾ നമ്മളുടെ പ്രദക്ഷിണത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാവാനായിട്ട് ഇത് തലയിൽ ഇങ്ങനെ കിരീടം പോലത്തെ ഇതൊക്കെ വെച്ച് ഫ്ലവറിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ദൂരെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല സെറ്റായിരുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരേപോലെ വന്നത് കാരണം. പിന്നെ ഇത് നമ്മളുടെ കുരിശ് ഇതെല്ലാനുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമ്മളുടെ തോമാസ് ലീഹായുടെ ഒക്കെ ഇതാണ് കേട്ടോ. ഇതെല്ലാനും താങ്ങിപ്പിടിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. കാരണം ആ എടുത്തിരിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറി മാറി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വന്നത് ഇങ്ങനെ ഭാരം കൊണ്ട് ഇങ്ങനെ താങ്ങി ഇതായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ
പ്രദക്ഷിണം എല്ലാവരും നോക്കി നിന്നപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ബാൻഡ് സെറ്റിൻ്റെ ഇതെല്ലാവരും വരുന്നുണ്ടായിട്ടോ. അപ്പോൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും ഇങ്ങനെ നിരനിരയായിട്ട് നിന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ആരും അങ്ങനെ അധികം കടക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ടായിരിക്കും ഉണ്ട്. അവരിങ്ങനെ ഒരു ചങ്ങല പോലെയൊക്കെ നിന്ന് നല്ല സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കേണ്ടായിരുന്നു. പ്രദക്ഷിണം എല്ലാവരും കഴിഞ്ഞ് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു. പിന്നെ ഇതേ നമ്മളുടെ വെടിക്കെട്ട് എല്ലാവരും ആരംഭിച്ചിട്ടുണ്ട്. ഇനി നല്ല രസമായിരിക്കുള്ളൂ. നമുക്ക് എല്ലാവരും ആകാശത്തോട്ട് കണ്ണും നട്ട് ആകാശത്ത് ആ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന വെടിക്കെട്ടിലോട്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നോട്ടം വായിച്ചിരിക്കുകയാണ്. അടിപൊളി വെടിക്കെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു, ഓരോന്നും പ്രത്യേക കളറും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ വീഡിയോസ് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയ ഇത് മാത്രമേ ഞാനിതിൽ കാണിച്ചിട്ടുള്ളേ. നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങൾ പൊട്ടി വരുമ്പോൾ നമ്മളുടെ മേത്തെല്ലാനും വന്നിങ്ങനെ മണ്ണ് തരി പോലത്തെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതെല്ലാനും കുറച്ച് സൈഡിൽ നിന്ന് മാറിയൊക്കെ നിന്നു. ആദ്യം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പൊട്ടിയിരുന്നതിലാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ ഇതൊക്കെ വീഴുന്നുണ്ടായിരുന്നത്, ഈ ഭാഗത്ത് നിന്ന് പൊട്ടുന്നതിന്. പിന്നെ ഇതേ മാനത്ത് പോയി പൊട്ടിയതിൽ നിന്ന് മറ്റേ പാരഷൂട്ട് അതിലിങ്ങനെ ഒരു ക്രോസ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പറന്ന് വീണാണ്, നല്ല രസമുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു 2 എണ്ണം വീണതാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. പെട്ടെന്നാണ് കേട്ടോ ആ മാനത്ത് പോയി പൊട്ടിയതിൽ നിന്ന് തീപ്പൊരി വന്ന് വീണിട്ട് ആ ഹൈഡ്രജൻ ബലൂണൊക്കെ തീ പിടിച്ചത്. കുറേ ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളപായങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് നിന്നിട്ടോ അവിടെ നിന്ന്. ഞങ്ങളിത് പിന്നെ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. ആദ്യം ഞങ്ങൾ വന്നത് വേറെ വഴിയായിരുന്നു, തിരിച്ചു പോകുന്നത് വേറെ വഴിയാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പള്ളിയെല്ലാം അലങ്കരിച്ചേക്കണതൊക്കെ കാണാം. ഇത് പ്രദക്ഷിണം വന്ന വഴിയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ താഴ്ചയിലോട്ട് ഒരുപാട് പേരിങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാം. കുറച്ച് സ്റ്റെപ്പുകൾ ഇതെല്ലാനൊക്കെ ആയിട്ട് വന്ന വഴി. പിന്നെ ഇവർക്ക് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെ കോളിഫ്ലവർ എല്ലാവരും വാങ്ങിയൊക്കെ കൊടുത്ത് ഞങ്ങൾ നടന്നത് വീടൊക്കെ എത്തി. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വരാൻ പോവുകയാണ്. നമ്മളുടെ കുട്ടീസ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനാനായിട്ട് സ്റ്റെപ്പും വേണ്ടിട്ട് നിരന്നിരിക്കുന്നത്. നമ്മളുടെ അച്ഛന്മാരെല്ലാവരും കൂടി ടേബിളുമേക്ക് ഇരുന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞേച്ചിയാണ് കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിയൊക്കെ റെഡിയാക്കിയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നത്. അമ്മയുണ്ടായിരുന്നു. അപ്പം ഞാനും പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി വരാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നേ. എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പോർക്കിറച്ചിയായിരുന്നു. പിന്നെ തിരുത മീനും കൂടി ആയിരുന്നു കേട്ടോ കറിയെല്ലാം വെച്ചത്. അപ്പോൾ തിരുതെല്ലാം കൂട്ടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പോർക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കാത്ത കാരണം കുഞ്ഞേച്ചി പോർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി താഴെ ഇരുന്നാണ് കേട്ടോ ഭക്ഷണം എല്ലാവരും കഴിച്ചത്. കുഞ്ഞേട്ടനും ഞാനും സുലു അമ്മയും കുഞ്ഞേച്ചിയും കൂടിയാണ് കേട്ടോ താഴെ ഇരുന്ന് ഭക്ഷണം എല്ലാവരും കഴിച്ചത്. അപ്പോൾ നമ്മളുടെ മാണിക്കനും ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കണ വീഡിയോസ് എല്ലാവരും എടുത്തത്. എല്ലാവരും കൂടി വർത്താനകം പറഞ്ഞിരുന്നു. കുറേ നേരം എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയാനായിട്ട്. പള്ളിയിലത്തെ വിശേഷങ്ങളും തോണിയിൽ കയറിയ വിശേഷങ്ങളെല്ലാവരും പറഞ്ഞൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കാനായിട്ട് ഹാളിൽ ഞങ്ങൾ നിരത്തി ഇങ്ങനെ പായിട്ട് എല്ലാവരും കൂടി ഹാളിൽ ഇങ്ങനെ നിരന്ന് കിടന്ന് നമ്മളുടെ കുട്ടീസ് എല്ലാവരും റൂമിലാണ് കിടന്നത്. അവർ 4 പേരും കൂടി കട്ടിലും ഇങ്ങനെ വട്ടത്തിലൊക്കെ കിടന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അപ്പോൾ ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.